ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു പാർട്ടിൽ നമ്മൾ ഈ ഒരു ഫേസിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ഭാഗം മാത്രമേ ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ. അടുത്തൊരു പാർട്ട് കൊണ്ടായിരിക്കും നമ്മൾ ഈ ഡ്രോയിങ് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഷെയ്ഡിങ് നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഷെയ്ഡിങ് ഇങ്ങനെ ചെയ്ത് തുടങ്ങേണ്ട, അല്ലെങ്കിൽ എങ്ങനെയാണ് ഷെയ്ഡിങ് പഠിക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട് മിക്ക വീഡിയോയിലും, അതായത് നമ്മൾ ഏത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഒരു പാർട്ട് ഷെയ്ഡിങ് വേണ്ടി നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അപ്പം ആ വീഡിയോയിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുക. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത്, അതായത് ഈ ഫോട്ടോ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോട്ടോയുടെ അടുത്ത സൈഡിലേക്ക് ആ നെറ്റിയുടെ ആ ഭാഗത്ത് നല്ല ലൈറ്റ് അടിക്കുന്ന ഭാഗമാണ്. അവിടെ തീരെ ഷെയ്ഡിങ് നമുക്ക് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോട്ടോയിൽ ലൈറ്റിങ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കി വേണം നമ്മൾ ഷെയ്ഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ലൈറ്റിങ് വരുന്നതനുസരിച്ചാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. കാരണം അതിൻ്റെ അകത്ത് എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഷാഡോസ് വരുന്നത്, ആ ഭാഗങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വേണം ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. എത്ര ഡാർക്ക് ഷെയ്ഡുള്ള ഫേസ് ആണെങ്കിൽ പോലും അതിൽ നമ്മൾ ആദ്യം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ലൈറ്റായിട്ട് വേണം ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളിലുള്ള ലൈറ്റായിട്ടുള്ള പെൻസിൽ ഏതാണോ ആ ഒരു പെൻസിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം മിക്കവർക്കും ഉള്ള സംശയമാണ് അത് എങ്ങനെയാണ് ചെയ്ത് തുടങ്ങേണ്ടതെന്നുള്ള കാര്യം. അപ്പം ആണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളെല്ലാം പഠിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതൊരു വീഡിയോ എൻ്റെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഷെയ്ഡിങ് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഓരോരുത്തർ ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും എടുത്തെടുത്ത കാര്യങ്ങൾ പറയുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇപ്പം പറഞ്ഞു തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഈ ഒരു ഭാഗത്താണ്, അതായത് ഈ നെറ്റിയുടെ ഒരു ഭാഗത്താണ് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ നോക്കുമ്പം ആ ഒരു മൂക്കിൻ്റെ ആ സൈഡ് കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ താടിയുടെ ഭാഗത്ത്, കഴുത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ ആ ഫോട്ടോയെ നോക്കുക. ആ ഫോട്ടോ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ടത്, എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്ത് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങളത് ഒരു പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. നിങ്ങളൊരു ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 2 മാസം, ഒരു 3 മാസമൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നമുക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവും. നമ്മളിപ്പം ഒരു വീഡിയോ കണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ പെൻസിൽ നല്ല രീതിയിൽ നമ്മൾ കയ്യിൽ പ്രഷർ ചെയ്ത് പിടിച്ച് ആ ഒരു കൺട്രോൾ ചെയ്ത് പിടിച്ച് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കുണ്ടായാലും നമുക്ക് ഷെയ്ഡിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നമ്മൾ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും ഡാർക്ക് ഷെയ്ഡും ഏറ്റവും ലൈറ്റ് ഷെയ്ഡും കൊടുക്കാൻ പറ്റണം. അതായത് ഇപ്പോൾ ഒരു 2B പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നെങ്കിൽ ആ പെൻസിലിൻ്റെ മാക്സിമം ലൈറ്റ് ഷെയ്ഡും മാക്സിമം ഡാർക്ക് ഷെയ്ഡും കൊടുക്കാനായിട്ട് നമ്മൾ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് പറ്റണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേസ് വരച്ച് ഡയറക്റ്റ് ഷെയ്ഡ് ചെയ്ത് പഠിക്കുന്നതൊക്കെ നല്ലത് നിങ്ങളൊരു പേപ്പറും പെൻസിലും എടുത്തിട്ട് നിങ്ങൾ ആ പേപ്പറിൽ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് ആ പെൻസിൽ ഏറ്റവും മാക്സിമം ഡാർക്ക് ഷെയ്ഡും ഏറ്റവും ലൈറ്റ് ഷെയ്ഡും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ചുമ്മാ ഷെയ്ഡ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം അതാകുമ്പോൾ നിങ്ങൾക്കൊരു കൈക്കൊരു വഴക്കം കിട്ടും. അപ്പോൾ നിങ്ങൾ പിന്നീട് ഒരു ഫേസ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെൻസിൽ നല്ല രീതിയിൽ കയ്യിൽ കൺട്രോൾ ചെയ്ത് പിടിച്ച് ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു ടാലൻറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ഓരോരോ മെത്തേഡുകളിലൂടെയാണ് നമ്മൾ ഷെയ്ഡിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിൽ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും, അതായത് ഷെയ്ഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെയർ വരയ്ക്കുന്ന കാര്യം ആയിക്കോട്ടെ, അങ്ങനെ ഓരോ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പ്രാക്ടീസാണ് മെയിനായിട്ട് വേണ്ടത്. പ്രാക്ടീസിലൂടെ മാത്രം നമുക്ക് നമ്മുടെ കഴിവ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അത് ഓരോ വീഡിയോയിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പെട്ടെന്ന് ഡ്രോയിങ് പഠിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഡ്രോയിങ്ങിലേക്ക് വരരുത്. കാരണം നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല.
അപ്പോൾ നമ്മൾ ആ കണ്ണാടിയുടെ ആ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ട് ഈ ഒരു പാർട്ട് നമ്മൾ അവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം കണ്ണാടി നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ആ ഫോട്ടോ കാണുന്ന അതുപോലെ ഷെയ്ഡ് ചെയ്തെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്തെടുത്താലും, അതായത് നമ്മൾ സാധാരണ പോലെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഡിസൈൻ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സാധാരണ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ബാക്കി നമ്മൾ കണ്ണിൻ്റെ പിരിവൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്തൊരു പാർട്ട് കൊണ്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസിയായിട്ട് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ചോദിക്കുക, കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കുക. മെസ്സേജായിട്ടോ ചോദിക്കുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ട് നിങ്ങളുടെ മെസ്സേജ് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വരച്ച ഡ്രോയിങ്ങൊക്കെ ജസ്റ്റ് അയച്ചു തന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡ്രോയിങ് കണ്ടിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം മിക്കവാറും എനിക്ക് ഇപ്പോൾ അയച്ചു തരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു പാർട്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതിൻ്റെ മുമ്പത്തെ പാട്ടൊക്കെ കാണാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് അത് കണ്ടിട്ട് ഈ പാട്ട് കണ്ടാൽ മതി. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്കും ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.